സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രദേശവാസികളായ മനുഷ്യരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന നിലയ്ക്ക് അവരെല്ലാവരും ഒത്തുചേർന്നപ്പോഴാണ് നമ്മുടെ ഈ സമരം ഐതിഹാസികമാകുക എന്ന് തന്നെ സംഭവിച്ചത്. എല്ലാം സംഭവിക്കുക തന്നെയായിരുന്നു. ഇനി സാമുദായിക സംഘടനകളുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ സമരം ഇത്രയും സജീവമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ജമാഅത്തിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പക്ഷേ ഇപ്പൊ ഇവിടെ ഇല്ല എന്നുള്ളത് അവര് ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളതല്ല, എല്ലാവരുടെയും പ്രതിനിധികളായിട്ടാണ്, ഈ പ്രദേശത്തിന്റെ ആകെ പ്രതിനിധികളായിട്ടാണ് ഇത്രയും ആളുകൾ എല്ലാ ദിവസവും ഏകദേശം 400 ദിവസത്തോളമായ ഈ സമരം ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും ഈ സമരത്തിൽ പങ്കാളികളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും എല്ലാവരും എത്തുന്നില്ല എന്നത് സമരത്തിന്റെ ശക്തിയെ കുറച്ച് കാണേണ്ടതായിട്ട് അല്ല, നേരെ മറിച്ച് ഓരോ ദിവസവും നമുക്ക് ഇതിൽ വരെ ഒരു ആവശ്യം ഇനി ഇവിടെ നേടിയെടുക്കാനില്ല. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ഒരു സംവിധാനം നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും നമ്മൾ അനുവർത്തിച്ചു വന്ന ആ സമര പശ്ചാത്തലം അതിന്റെ ഭാഗമെന്നോണം തന്നെ ഈ സമരവും അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കോ ഇല്ലേ ആരെയോ ഒരു പ്രസ്ഥാനത്തിനും എതിരായിട്ട് ഈ സമരം ഒരിക്കലും ആരെയും നോക്കിയിട്ടില്ല. ഒരാവശ്യമെന്ന നിലയ്ക്ക് ഒത്തുചേർന്നു, അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക തന്നെയാണ് സമരസമിതി ചെയ്യുന്നത്. നേതൃത്വപരമായ കാഴ്ചപ്പാടുകൾ മാത്രം കൊണ്ടല്ല സമരം. നേതൃത്വം എന്നുള്ളത് ഈ ഇരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളാണ്. അത്തരത്തിലുള്ളൊരു നേതൃത്വമാണ് നമുക്ക് ഈ സമരത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തു തന്നത്. സമുദായത്തിന്റെ നേതാക്കൾ എല്ലാ ദിവസവും ആരെങ്കിലും പറ്റുന്നവരിവിടെ എത്താറുണ്ട്. നമ്മുടെ സമരത്തിന് ഐക്യദാർഢ്യമായി അവർ സംസാരിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പുതിയതായി നമ്മുടെ സമരത്തിന് വന്നു ചേർന്നിരിക്കുന്ന ഒരു പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ, അതായത് BJPയുടെ ഗവൺമെന്റിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ കാര്യം നമുക്കിവിടെ സാധിച്ചു തരേണ്ടത്. ആ ഭാഗമായി അവര് ജില്ലാ നേതൃത്വമായാലും സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട നേതാക്കന്മാർ നമ്മുടെ സമരപ്പന്തലിലെത്തി പലതവണ അവരെത്തുകയും അതിന്റെ ഭാഗമായി നമുക്ക് ഒരു ഉറപ്പ്, അതായത് ഇവിടെ ഒരു വഴിയിട്ട് തരാമെന്നുള്ള ഒരു ഉറപ്പ്. വഴിയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താണ് ഈ സമരം, ഈ വഴിയില്ലാതെ വന്നാൽ നമ്മൾക്കുണ്ടാകുന്ന ദുരന്തവും ദുരിതവും എന്താണെന്ന് വ്യക്തമായി ബോധ്യമുള്ള നമ്മൾ ഇത്തരമൊരു സമരത്തിലേക്ക് ഏർപ്പെട്ടപ്പോൾ എല്ലാവരും ആ സമരത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സമരത്തിന് കരുത്ത് തന്ന ഒരു ശക്തി എന്ന നിലയ്ക്ക് ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ അവരിവിടെ എത്തി ഇതിന് ആവശ്യമായ ഔദ്യോഗികപരമായ ചില നടപടികൾ കൂടെ പൂർത്തീകരിക്കാനുള്ളൂ. അത് വരുന്ന ദിവസങ്ങളിൽ അത് സാധ്യമാക്കി തന്ന ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചു തരാമെന്ന് ഉറപ്പു തന്നിട്ടുണ്ട്. എല്ലാ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് മുന്നോട്ട് പോകുന്നത്. നാളിതുവരെയും ഈ സമരം ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കോ ആർക്കോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എതിരായല്ല. ഇതിന്റെ സ്കെൽറ്റൻ, ഇതിന്റെ അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ സാമുദായിക സംഘടനകളുടെ അടിത്തറയിലാണ് കെട്ടിയുയർത്തിയിരിക്കുന്നത്. ഞങ്ങളാരും വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമരപ്പന്തലിൽ വരുന്നവരല്ല. ഇരിക്കുന്ന അമ്മമാരൊക്കെ തന്നെ ഇത്രയും ദിവസം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈ മഹത്തായ ആവശ്യം സാധ്യമാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. അതിലേക്കുള്ള പ്രയാണം നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഏകദേശം ഈ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ഒരു രേഖാമൂലമായ ഉറപ്പ് ഇവിടെ എത്തിച്ചു തരാം, അതിലൂടെ ഈ സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ 400 ദിവസത്തിലേക്ക് എത്തിച്ച സ്ത്രീക്ക് എല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായാണ്, നമ്മുടെ ഭഗവതിമാരുടെ മണ്ണിലാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈശ്വര വിശ്വാസത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സമരത്തെ ഞങ്ങൾ കാണുന്നത്. എല്ലാ ദിവസവും അത്തരത്തിലുള്ള നീക്കങ്ങൾ, പ്രസാദ വിതരണം ഉൾപ്പെടെ നടത്തിയാണ് ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആയതിനാൽ ഈ സമരം ഒരു ഗംഭീര വിജയമാക്കി തരാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവാനും എല്ലാവരും മനസ്സ് കാണിക്കും. ആ നിലയ്ക്ക് എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി സമരസമിതി നന്ദി അറിയിക്കുന്നു.
സമരം തുടങ്ങിയിട്ട് 400 ദിവസം കഴിയുന്നു. കിഴക്കും പടിഞ്ഞാറും പോകാനുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ ശ്രമിക്കുന്നത്. അതിന് ഇപ്പോൾ BJP സർക്കാർ ഇതിന് നേതൃത്വം തന്നിട്ടുണ്ട്. ഇപ്പോൾ വഴി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. വഴിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. 400 ദിവസമായി പിന്നിട്ട് BJPയുടെ നേതൃത്വം വന്ന് വഴി ഇട്ടുതരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് സാധിച്ചു തരണം. അടിപ്പാതയ്ക്ക് വേണ്ടിയുള്ള സമരം തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 400 ദിവസം കഴിയുകയാണ്. ഈ 400 ദിവസം കഴിയുന്ന ഈ ദിവസം ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ആ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ ഇവിടെ ഞങ്ങളെ സന്ദർശിക്കുകയും അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു ഈ അടിപ്പാതയിൽ കാഴ്ച വരാം. ഈ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ഇവിടെ ഇന്ന് സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വലിയ പ്രദേശമാണ്. അതായത് ഇതിന്റെ തൊട്ട് കിഴക്കേ സൈഡിലുള്ള ക്ഷേത്രം 1500 കുടുംബങ്ങൾ ആണ് ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടത്. അവർ കിഴക്കോട്ട് സഞ്ചരിക്കണമെങ്കിൽ അവരിവിടുന്ന് ഒരു 1 കിലോമീറ്റർ 1 കിലോമീറ്റർ കറങ്ങി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. അതുപോലെ തന്നെ മഹാക്ഷേത്രമായ വൈക്കളം ക്ഷേത്രം, അവിടെ പോയ 10 ദിവസവും ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ക്ഷേത്രമാണ്. കാലപ്പുലികൾ, വളയം, മറ്റു കാഴ്ച ഇതെല്ലാം വന്ന് സംഗമിക്കേണ്ടത് ഡയറക്റ്റ് ഈ ഒരു അടിപ്പാത കിട്ടിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും ഒന്നും ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള മാർഗമില്ല. എല്ലാം കെട്ടിയിട്ട് ഞങ്ങൾക്കൊരു റേഷൻ കടയിൽ പോലും പോകാൻ, ഞങ്ങൾക്കൊരു ആശുപത്രി പോകാൻ ഒന്നും പറ്റുന്നില്ല. എല്ലാവരും വന്ന് ഞങ്ങൾക്ക് വഴി തരാം. ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പ്രായം ചെന്നവർ ഇവിടെ ഇരിക്കുക ഈ സമരപ്പന്തലിൽ. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ ഇവിടെ കെട്ടിമുട്ടിച്ച് ഇതാ ഞങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾക്ക് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ജപിക്കാൻ ഞങ്ങൾക്ക് വഴി തരാമെന്ന് ഞങ്ങൾ പറഞ്ഞ സമാധാനത്തിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. മനപ്രയാസം കൊണ്ട് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾക്ക് ഈ വഴി സാധിച്ചു തരണം. ഈ 400 ദിവസമായിട്ട് നടക്കുവാണ്. എന്റെ പേര് സ്റ്റീഫൻ എന്നാണ്. നെറ്റുവെന്ന അറിയിപ്പ് കരൂരിൽ നിന്ന് വരുന്നതാ. എന്നെ എല്ലാവരും കളിപ്പിക്കും. അടിപ്പാതയ്ക്ക് വേണ്ടി അടിപ്പാവടെ നമ്മൾ കളിപ്പിക്കുന്നുണ്ട്. ഇത് കിട്ടും എന്ന് നല്ല 100% ഉറപ്പുണ്ട്. അത് BJPയുടെ സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിനുവേണ്ടി ഇനി ഞങ്ങൾ ഈ സമരം ഇനി വിജയിപ്പിക്കാൻ വേണ്ടി ഇരിക്കും. ആ സമരത്തിന് മുന്നോടിയായി ലാൽ സലാം പ്രഖ്യാപിക്കും. ദേശീയപാതയുടെ പടിഞ്ഞാറ് തീരത്തുള്ള വായ്പ ക്ഷേത്രത്തിന്റെ അടിപ്പാത സമരം ഞങ്ങൾ ആരംഭിച്ചിട്ട് 400 ദിവസം തികയുകയാണ്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരോ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതിരിക്കുന്നത് വളരെ നിരാശജനകമാണ്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ സർക്കാരിന് കഴിയണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുമാണ് നീതിയുണ്ടാകാൻ. ഇവിടെ BJP പ്രവർത്തകർ തന്നെ ആത്മാർത്ഥാനും മനോഭാവത്തോടുകൂടെ അതിൽ സംബന്ധിക്കുകയും മറ്റു രാഷ്ട്രീയക്കാരുടെ എല്ലാവിധ സഹായ സാധനങ്ങളും ഉണ്ടായിട്ട് പോലും ജനങ്ങൾ 400 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ വളരെ നിരാശാജനകമായി ഞങ്ങളെ കാണുന്നത് വളരെ ദയനീയാവസ്ഥയാണ്. അതുണ്ടാകാൻ പാടില്ല.